ഞാൻ ഇന്നലെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറഞ്ഞതുപോലെ കുടുംബസമേതം ഒരു ടൂറിലായതുകൊണ്ടാണ് കൃത്യമായി വീഡിയോകൾ ചെയ്യാത്തത്. ഇന്ന് വീണ്ടും സാഹചര്യം അനിവാര്യമായതുകൊണ്ട് ഒന്നോ രണ്ടോ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. രാവിലെ പുറപ്പെടുന്നതിന് മുൻപുള്ള ഒരു ദൗത്യമായാണ് അത് ഏറ്റെടുക്കുന്നത്. സാധാരണ നാട്ടിൽ നിന്നൊരു വീഡിയോ ചെയ്യുമ്പോൾ അതിന് ഒരുപാട് സമയം വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അത്തരമൊരു ശ്രമങ്ങളൊന്നുമില്ല, അഭിപ്രായങ്ങൾ മാത്രം പറയുക, അത്യാവശ്യമുള്ള അഭിപ്രായങ്ങൾ പറയുക എന്നതാണ് ലക്ഷ്യം. വാസ്തവത്തിൽ എൻ്റെ ഈ വീഡിയോ ഒരു വിശദീകരണമാണ്. ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, പ്രേക്ഷകർക്കൊക്കെ അറിയാം. സിനിമാ മേഖലയെ ഇങ്ങനെ കൂട്ടത്തോടെ ആക്രമിക്കരുത്, സിനിമാ മേഖലയിൽ എല്ലാവരും വൃത്തികെട്ടന്മാരാണ് എന്ന് പറഞ്ഞ് ആക്രമിച്ച് ആ മേഖലയെ ഇല്ലാതാക്കരുത്, ഇത് വല്ലാത്തൊരു പോക്കാണ്, വഴിയിൽ പോകുന്നവരൊക്കെ എന്തും പറയുന്നു, ആ പറയുന്നതൊക്കെ വലിയ വാർത്തയാകുന്നു, അതോടെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ വലിയ നാണക്കേടുണ്ടാകുന്ന സാഹചര്യമുണ്ടായി എന്ന തരത്തിൽ ഞാൻ വാർത്ത ചെയ്തു. ഇതോടെ എന്നെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരുപക്ഷെ ഈ അടുത്ത കാലത്ത് എൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോയുടെ അടിയിൽ ഇത്രയേറെ വിരുദ്ധ കമൻറ്റുകൾ ഉണ്ടായിട്ടുണ്ടാവില്ല. ഈ വിമർശകരെ മുഴുവൻ ഞാൻ സ്നേഹത്തോടെ സഹിഷ്ണുതയോടെ സ്വീകരിക്കുന്നു. അവർക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: പീഡനത്തിന് തെളിവ് വേണമെന്നാണോ ഷാജൻ പറയുന്നത് എന്ന്? അല്ല, ഒരിക്കലുമല്ല, പീഡനത്തിന് തെളിവുണ്ടാകില്ല. പക്ഷെ എൻ്റെ ചോദ്യം, പീഡനത്തിന് തെളിവില്ലെങ്കിലും ഒരു ലോജിക്ക് വേണം. ഈ ലോജിക്ക് എന്ന് പറയുന്നത് പീഡിപ്പിക്കപ്പെടുമ്പോഴാണ് ഇത് പറയേണ്ടത്. പീഡനത്തിന് ശേഷം വർഷങ്ങൾ കഴിഞ്ഞല്ല, വർഷങ്ങൾ കഴിഞ്ഞ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടുണ്ടായപ്പോൾ പോലും ഇവരാരും കൊടുത്തില്ല. ഇനിയിപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ കൊണ്ട് പരാതി കൊടുത്തവരോട് നമുക്ക് തൃപ്തിപ്പെടാം, നമുക്ക് അംഗീകരിക്കാം, മനസ്സിലാക്കാം. കാരണം ഹേമ കമ്മീഷൻ ഒരവസരം കിട്ടിയതാണ്. അപ്പോൾ പോലും മിണ്ടാതിരുന്നവർ ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്ന് ഇവിടെ സിനിമാ മേഖലയിലുള്ളവരെല്ലാം മുൾമുനയിൽ നിൽക്കുമ്പോൾ, തീക്കനയിൽ നിൽക്കുമ്പോൾ അവസരം മുതലെടുക്കാൻ വേണ്ടി തന്നാൽ കഴിയുന്നത് പോലെ ഇരിക്കട്ടെ എന്ന തരത്തിൽ കല്ലെറിയുന്നതിനോടാണ് എൻ്റെ വിയോജിപ്പ്. മറുനാടനെ സർക്കാർ പൂട്ടാൻ ഇറങ്ങിയപ്പോൾ, അതിനുവേണ്ടി വലിയ ശ്രമം സർക്കാർ നടത്തിയപ്പോൾ മറുനാടൻ ഇപ്പോൾ പൂട്ടിപ്പോകും എന്ന് കരുതി കുറേ അധികം പേർ കല്ലെറിയാൻ രംഗത്തിറങ്ങിയിരുന്നു. അവരാരും യഥാർത്ഥത്തിൽ മറുനാടനുമായി എന്തെങ്കിലും ബന്ധമുള്ളവരല്ല. അവർക്ക് മനസ്സിലായി മറുനാടൻ പൂട്ടാൻ പോവുകയാണ്, അതുകൊണ്ട് ഇനി മറുനാടനെ പറയാം. വീഴാൻ കിടക്കുന്നവനെ കല്ലെറിയുന്ന ഒരു സ്വഭാവം മലയാളിക്കുണ്ട്. ഈ വീഴാൻ കിടക്കുന്നവനെ കല്ലെറിയുന്നതിനോട് മാത്രമാണ് എനിക്ക് വിയോജിപ്പ്. ഒന്ന്. രണ്ടാമത്തേത്, സിനിമാ മേഖലയിൽ എല്ലാവരും വിശുദ്ധരാണെന്നോ അല്ലെങ്കിൽ കുറച്ചുപേരെങ്കിലും വിശുദ്ധരുണ്ടെന്നോ പോലും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇന്നലെ ഒരു പ്രേക്ഷകന്റെ മെസ്സേജ് വന്നു: ഇനി മറുനാടൻ കാണുകയേയില്ല, ഒരു കാരണവശാലും കാണില്ല, നിങ്ങൾ ഈ പറയുന്ന ആളുകളെ വെള്ളപൂശാൻ ശ്രമിക്കുന്നു. മറ്റൊരാൾ പറഞ്ഞു സിദ്ദിഖിനെ കുറിച്ച് അദ്ദേഹത്തിന് നേരിട്ടറിയാം എന്ന് പറഞ്ഞു. വേറൊരാൾ പറഞ്ഞു ഞാൻ സിദ്ദിഖ് പീഡകനല്ലെന്ന് പറയാൻ എനിക്ക് കഴിയില്ല എന്ന്. മാത്രമല്ല, സിനിമാ മേഖലയിൽ സ്ത്രീകളെ ദുരുപയോഗിക്കുന്നതിൻ്റെ എണ്ണം കൂടുതലാണ് എന്ന് എനിക്കുമറിയാം. പക്ഷെ ഞാൻ ഒരു ചോദ്യമേ ചോദിക്കുന്നുള്ളൂ: ഈ പീഡിപ്പിക്കപ്പെടുന്നവർ നട്ടെല്ലുയർത്തി അപ്പോൾ തന്നെ അതിനെ നേരിടാൻ ശ്രമിച്ച നമ്മുടെ രാജ്യത്ത് നിയമം ശക്തമാണ്. ആ നിയമം അനുസരിച്ച് അവർ സംരക്ഷിക്കപ്പെടും. എന്തുകൊണ്ട് അവരൊക്കെ ഇതുവരെ ഈ സിനിമാ മേഖല ഒരു പ്രതിസന്ധിയിലാകുന്നത് വരെ കാത്തിരുന്നു എന്നതാണ് എൻ്റെ ചോദ്യം. അല്ലാതെ പീഡനത്തിന് തെളിവ് വേണമെന്നുള്ളതല്ല. ഇതുവരെ അവർ കാത്തിരുന്നത് എന്തിനാണ്? ഇപ്പോൾ ഇവർ പറയുന്നതിൽ എന്തെങ്കിലും അടിത്തറ ഇല്ലെങ്കിൽ എന്തു ചെയ്യും? നാളെ എന്നെക്കുറിച്ചോ നിങ്ങളെക്കുറിച്ചോ നമുക്ക് പരിചയമുള്ള ആർക്ക് വേണമെങ്കിലും ഇത്തരം ആരോപണം ഉന്നയിക്കാം. അവരൊരു കഥ പറഞ്ഞാൽ മതി, ഈ കഥ എല്ലാവരും ആഘോഷിക്കും. കാരണം നമ്മുടെ മാധ്യമ പ്രവർത്തന രീതി മാറി. ഞാൻ പ്രധാനമായും ഇന്നലത്തെ വീഡിയോയിൽ ഉന്നയിക്കാൻ ശ്രമിച്ച വിഷയം നമ്മുടെ മാധ്യമ പ്രവർത്തന രീതി മാറിയതിനെക്കുറിച്ചുള്ള ഒരു പശ്ചാത്തലത്തിലാണ്. ഇപ്പോൾ റിപ്പോർട്ടറും 24ഉം നമ്മുടെ ചാനലുകളുടെ മേധാവിത്വം പുലർത്തിയതോടെ നമ്മൾ ഈ അതിവൈകാരികമായ ഇക്കിളിപ്പെടുത്തുന്ന കഥകളിലേക്ക് മലയാളി മാറിയിരിക്കുന്നത് നമ്മൾ തിരിച്ചറിയാത്തൊരു വലിയ ദുരന്തമാണ്. ആ ദുരന്തത്തിന്റെ ഭാഗമാണ് ഇത്തരം വാർത്തകൾ ഇത്ര ആഘോഷിക്കപ്പെടുന്നത്. എല്ലാവർക്കും ആർക്ക് വേണമെങ്കിലും ആരെക്കുറിച്ച് എന്ത് വൃത്തികേട് പറഞ്ഞാലും അവസരം കിട്ടുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ അവർ സേഫാണ്, മാധ്യമങ്ങൾ സേഫാണ്. കാരണം വേറൊരാൾ പറഞ്ഞതല്ലേ പറഞ്ഞത്, തെളിയിക്കേണ്ട ബാധ്യതയില്ലല്ലോ. ആരോപണ വിധേയരാകുന്നവർ വാസ്തവത്തിൽ പ്രതിസന്ധിയിലാവും. അവരുടെ നിരപരാധിത്വം അവരെങ്ങനെ തെളിയിക്കുന്ന സാഹചര്യം ഇത് തടയപ്പെടണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. എന്ന് മാത്രമല്ല, സിനിമാ മേഖലയിൽ മാത്രമാണ് ഇത്തരം വൃത്തികേടുകളുള്ളത്. നമുക്കറിയാം, ഘോരഘോരം ഇതിനെതിരെ പ്രസംഗിക്കുന്ന ചാനൽ സ്റ്റുഡിയോകളിൽ സംഭവിക്കുന്നത് പലതും. ഇങ്ങനെ ആരോപണ വിധേയരായി ജോലിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു അവതാരകൻ അടക്കമുള്ളവർ, അവരാണ് സിനിമാ മേഖലയിലെ വൃത്തികേടിനെതിരെ ഇപ്പോൾ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നത്. സമസ്ത മേഖലകളിലും പത്രപ്രവർത്തകർക്കടക്കം, സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കിടയിലടക്കം, IASകാർക്കിടയിലടക്കം, പോലീസിനിടയിലടക്കം ഒക്കെ ഇതുണ്ട്. സ്ത്രീ എവിടെയുണ്ടോ അവിടെയൊക്കെ ചൂഷണമുണ്ട്. ഈ ചൂഷണം സിനിമാ മേഖലയിൽ മാത്രമുള്ളതാണ് എന്ന് കരുതി സകലരെയും വാരി പൂശുമ്പോൾ ആ ഒരു സംവിധാനത്തെ ഇപ്പോഴത്തെ മാറുന്ന ചാനൽ രീതിയുമായി കൂട്ടിച്ചേർത്ത് ജനങ്ങളെ അവർ ഇങ്ങനെ വല്ലാത്ത തരത്തിൽ എടുത്ത് വീശുമ്പോൾ പ്രതികരിക്കേണ്ടതുണ്ട് എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഈ PK ഷിബി എന്ന് പറയുന്ന എൻ്റെ കൂടെ കോളേജിൽ പഠിച്ച പെൺകുട്ടിയാണ്, പൊതുപ്രവർത്തകയാണ്, മാനേജ്മെന്റ് കൺസൾട്ടൻ്റാണ്. ഷിബി കൃത്യമായി ഇതേക്കുറിച്ചൊരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്. ഈ പശ്ചാത്തലം കൊണ്ടാണ് സുരേഷ് ഗോപി പൊട്ടിത്തെറിച്ചത്. സുരേഷ് ഗോപി പീഡകരെ സഹായിക്കുന്നത് കൊണ്ടാണോ? സുരേഷ് ഗോപി എന്താണ് പറഞ്ഞത്? ഇത് നിങ്ങളുടെ തീറ്റയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ അത് വെച്ച് കാശുണ്ടാക്കിക്കോളൂ, ഒരു കുഴപ്പമില്ല.
പക്ഷെ ഒരു വലിയ സംവിധാനത്തിന് തകിടം മറിക്കുകയാണ് നിങ്ങൾ. ഈ വിഷയങ്ങളെല്ലാം കോടതിയിലുണ്ടെങ്കിൽ കോടതിക്ക് ബുദ്ധിയുണ്ട്, കോടതിക്ക് യുക്തിയുണ്ട്, കോടതി തീരുമാനമെടുത്ത്. ആടിനെ തമ്മി തല്ലിച്ചിട്ട് ചോര കൂടി മാത്രമല്ല, നിങ്ങളൊരു സമൂഹത്തിന്റെ മാനസികാവസ്ഥയെ നിങ്ങൾ വഴിതെറ്റിച്ചു വിടുകയാണ്. പരാതി ആരോപണത്തിന്റെ രൂപത്തിലാണ് നിൽക്കുന്നത്. നിങ്ങൾ ജനങ്ങളോട് എന്താണ് പറയുന്നത്? നിങ്ങൾ കോടതിയാണോ? അല്ലല്ലോ, കോടതി തീരുമാനിക്കും. നിങ്ങൾ സിനിമാ മേഖലയെ തകർക്കുകയാണ്, നിങ്ങൾ വൃത്തികേട് കാട്ടുകയാണ്, നിങ്ങൾ മര്യാദക്കാരാണ്, ചാനലുകൾക്ക് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള തന്ത്രമാണ്. സുരേഷ് പറഞ്ഞത് ഒരു പരിധിവരെ ശരിയല്ല. സുരേഷ് ഗോപിയുടെ ന്യായീകരണങ്ങൾ പൂർണ്ണമായി നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ അമ്മയിൽ നിന്ന് ഇറങ്ങുമ്പോൾ അമ്മയെക്കുറിച്ച് ചോദിക്കണം എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വീട്ടിലേക്കാരും ചോദിക്കാൻ പറ്റത്തുള്ളൂ. അതൊക്കെ പോട്ടെ. പക്ഷെ അദ്ദേഹം പറഞ്ഞത് മാതിരി തെളിവുകളില്ലാതെ ഇങ്ങനെ കിടന്ന് അലറി വിളിക്കുമ്പോൾ അത്ര ശരിയാണെന്ന് പറയാൻ എനിക്ക് പറ്റില്ല. ഒന്നാമത്തെ കാര്യം ഇത് തന്നെയാണ്. ഗണേഷ് കുമാർ സുരക്ഷിതമായി കഴിഞ്ഞത് കൊണ്ടോ? ഈ ആരോപണങ്ങളെല്ലാം ഉണ്ടെങ്കിലും സുരക്ഷിതനായിരിക്കുന്ന ഒരാൾ ഗണേഷ് കുമാറാണ്. ഗണേഷ് കുമാറാണ് ഏറ്റവും വലിയ പെൺവേട്ടക്കാരെന്ന് സിനിമാ മേഖലയുള്ളവർ പറയുമ്പോഴും ആരും ഗണേശിന്റെ രംഗത്ത് വന്നിട്ടില്ല. ഗണേശ് പറഞ്ഞു, ഗണേശ് പൊട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ എന്തിനാ എന്നെ വേട്ടയാടുന്നത്? ഞാൻ ഗതാഗത മന്ത്രിയാണ്, സിനിമാക്കാരെ എന്നോട് ചോദിക്കരുത്. ഇവിടെയാണ് നമ്മൾ കാടടച്ചുള്ള വെടിവയ്പ്പിന്റെ ദോഷം മനസ്സിലാക്കേണ്ടത്. എൻ്റെ സുഹൃത്ത് PK ഷിബി ഒരു മാനേജ്മെന്റ് കൺസൾട്ടൻ്റാണ്, സോഷ്യൽ മീഡിയയിൽ ശക്തമായി ഇടപെടാറുണ്ട്. ഷിബി വളരെ കൃത്യമായി ഈ സിനിമാ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന ഇപ്പോഴത്തെ ഈ വിവാദത്തെക്കുറിച്ച് വിലയിരുത്തിയിരിക്കുന്ന കുറിപ്പ് കൂടി കേൾക്കുക. ചില കാര്യങ്ങൾ എഴുതണമെന്ന് കരുതിയാൽ പിന്നെ അത് എഴുതാതെ ഉറക്കം വരില്ല. ഇത് എഴുതേണ്ടെന്ന് പലരും പറഞ്ഞു, എന്നാലും മനസാക്ഷി അനുവദിക്കുന്നില്ല. സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. സിനിമയിൽ അഭിനയിക്കുന്നവരും ഈ സമൂഹത്തിന് പരിച്ഛേദം തന്നെയാണ്. അവരിൽ ഗോവിന്ദചാമിമാരും ഗുണ്ടകളും കള്ളന്മാരും ഒക്കെ ഉണ്ടാകും. ഒപ്പം തന്നെ പ്രതികാരദാഹികളായ സ്ത്രീകളും. സിനിമ എന്നത് മറ്റൊരു ജോലി പോലെയല്ല. വളരെ ക്രിയേറ്റീവായുള്ള കഥാപാത്രങ്ങൾ തമ്മിൽ വളരെ ആഴത്തിലുള്ള ഇമോഷണൽ കണക്റ്റ് ആവശ്യമുള്ള മേഖലയാണ്. അങ്ങനെയല്ലാതെ അതിന് നിലനിൽപ്പില്ല. കഴിഞ്ഞ 10-15 കൊല്ലമായി പഠനത്തിൻ്റെ ഭാഗമായി ഒരുപാട് തിയേറ്റർ ബേസ്ഡ് ബിഹേവിയർ ലാബുകളിൽ പങ്കെടുത്തിട്ടുള്ള എനിക്കും കുറച്ചൊക്കെ ഒരു സിനിമയുമായി കണക്ട് ചെയ്യാൻ സാധിക്കും. മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഷൂട്ടിംഗ് സമയത്തെ കഥാപാത്രങ്ങളായി അഭിനയിക്കുന്നവർ തമ്മിൽ പലപ്പോഴും അവരറിയാതെ ഒരു കെമിസ്ട്രി ഉണ്ടാവും. അച്ഛൻ, മക്കൾ, ഭാര്യ, ഭർത്താവ്, കാമുകി, കാമുകൻ എന്നിങ്ങനെ. ഷൂട്ടില്ലാത്ത സമയത്തും കഥാപാത്രങ്ങൾ അല്ലാത്ത സമയത്തും അത് അവരിൽ ലൈവായി ഉണ്ടാകും. അല്ലെങ്കിൽ നിലനിർത്തേണ്ടത് സിനിമയുടെ വിജയത്തിന് ആവശ്യമാണ്. ബാംഗ്ലൂർ ഡേയ്സ് സിനിമ ചെയ്യുമ്പോൾ ഫഹദ് നസ്രിയ വിവാഹം ഉറപ്പിച്ച സമയമാണ്. എന്നാൽ അഞ്ജനി മേനോൻ എന്ന സംവിധായിക ഒരിക്കൽ പോലും അവരെ സെറ്റിൽ ഇടപഴകാനോ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനോ വർത്തമാനം പറയാനോ പോലും അനുവദിച്ചിരുന്നില്ല എന്ന് സംവിധായകൻ തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം ഫഹദും നസ്രിയും തമ്മിൽ മനസ്സുകൊണ്ട് അടുത്താൽ പിന്നെ അവർക്ക് ആ കഥാപാത്രങ്ങളോട് നീതി പുലർത്താൻ കഴിയില്ല. അവരുടെ അകലമാണ് സിനിമയ്ക്ക് വേണ്ടിയിരുന്നത്. അതുപോലെ തന്നെയാണ് കമിതാക്കളായി അഭിനയിക്കുന്നവരുടെ അവസ്ഥയുമൊക്കെ. സ്ത്രീയായ WCC സ്ഥാപക അംഗം അഞ്ജലിയുടെ കാര്യം എടുത്തു പറഞ്ഞതാണ്. സിനിമ കഴിഞ്ഞിട്ടും 6 മാസക്കാലം കഥാപാത്രം എന്നെ വിട്ടൊഴിഞ്ഞില്ല എന്നൊക്കെ അഭിനേതാക്കൾ പറയുന്നത് കേട്ടിട്ടില്ലേ? അത് സത്യമാണ്. പഠനത്തിൻ്റെ ഭാഗമായുള്ള തിയേറ്റർ വർക്ക്ഷോപ്പുകളിലെ സ്കിറ്റിലൊക്കെ അഭിനയിക്കുമ്പോൾ എനിക്ക് പോലും പലപ്പോഴും ഇത് തോന്നിയിട്ടുണ്ട്. സാധാരണ അതൊക്കെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ മറക്കും, ഓർമ്മയിൽ കാണില്ല. ഞങ്ങളുടെ ലാബുകളിൽ വെച്ച് അങ്ങനെ തോന്നുന്ന ഇഷ്ടങ്ങൾ, വിവാഹങ്ങളിൽ എത്തിച്ചേർന്ന കാര്യങ്ങൾ എനിക്കറിയാം. എനിക്കിന്നും എൻ്റെ ഒരു ഫെസിലിറ്ററോട് പിതൃതുല്യമായ സ്നേഹം തോന്നാറുണ്ട്. അതിന്നും നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹം അടുത്തിവിടെ വന്നാലും ഞാൻ പോയി കാണും, ചേർത്ത് പിടിക്കും. അഭിനയം എന്ന് പറയുന്നത് ഒരാൾ കഥാപാത്രത്തിൻ്റെ ജീവിത സന്ദർഭവുമായി സ്വയം കണക്ട് ചെയ്ത് അയാളായി മാറിക്കൊണ്ട് ചെയ്യുന്ന കാര്യമാണ്. സത്യത്തിൽ അഭിനയമല്ല, ഹ്യൂമൻ കോണ്ടാക്ട്സുമായി വളരെയധികം കണക്ട് ചെയ്ത് കിടക്കുന്ന കാര്യം. ഇറ്റ് ഈസ് ഹൈലി റിഫ്ലക്റ്റീവ് ആൻഡ് ഇൻട്രോസ്പെക്റ്റീവ് പ്രോസസ്. അത് പറഞ്ഞ് മനസ്സിലാക്കാൻ പ്രയാസമാണ്. ഞാനൊരു പ്രോസസ് ഫെസിലിറ്റേറ്ററാണ്. ഒരുപാട് ജീവിതാനുഭവങ്ങൾ ഉള്ളവർക്ക് മാത്രമേ ഈ ജോലിയൊക്കെ ചെയ്യാൻ സാധിക്കൂ. മറ്റുള്ളവരുടെ ജീവിത പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരുടെ പ്രശ്നങ്ങളിൽ നിന്നും പുറത്തു കടക്കാൻ സഹായിക്കുന്ന ജോലിയാണ് ഞാൻ ചെയ്യുന്നത്. അഭിനയമല്ല, രണ്ടിൻ്റെയും പിന്നിലുള്ള ഫിലോസഫി ഒന്ന് തന്നെയാണ്. പ്രശസ്തരായ തിയേറ്റർ ആർട്ടിസ്റ്റുകളും ഞങ്ങളുടെ ലാബുകളിൽ ഫെസിലിറ്റേറ്റർമാരായി വരാറുണ്ട്. മിന്നൽ മുരളി ഫെയിം, ഗുരു സോമസുന്ദരം ഉൾപ്പെടെ. അച്ഛൻ മരിച്ചു കിടക്കുന്ന സീനിൽ മകളായി അഭിനയിക്കുമ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചു കിടക്കുമ്പോൾ ഉണ്ടായിരുന്ന എൻ്റെ ഫീലിങ്ങിലേക്ക് ഞാൻ എന്നെ എത്തിക്കുകയാണ്. അപ്പോൾ എനിക്ക് ആ ഇമോഷൻസ് കൃത്യമായി പ്രകടിപ്പിച്ചേ പറ്റൂ. അല്ലാതെ അങ്ങനെ ഒരു കാര്യം സങ്കല്പിച്ചുകൊണ്ട് ചെയ്താൽ ശരിയാവണമെന്നില്ല. സംവിധായകൻ കട്ട് എന്ന് പറയുമ്പോൾ ആ ഇമോഷനിൽ നിന്നും പൂർണ്ണമായും പുറത്തു വരാൻ കഴിയില്ല ഒരിക്കലും. ചിലപ്പോൾ മണിക്കൂറുകൾ, ദിവസങ്ങൾ തന്നെ വേണ്ടിവരും. നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാത്ത സന്ദർഭങ്ങൾ റിക്രിയേറ്റ് ചെയ്യാൻ, അതിലെ കഥാപാത്രമായി മാറാൻ സാധാരണ പ്രയാസമാണ്. വളരെ ട്രെയിൻഡായ ആർട്ടിസ്റ്റുകൾക്ക് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. പണ്ട് ഞാൻ എഴുതിയിട്ടുള്ളതുപോലെ പ്രണയം, ശൃംഗാരമൊന്നും എനിക്ക് വഴങ്ങില്ല. കാരണം എനിക്ക് ഇമോഷൻസുമായി കണക്ട് ചെയ്യാൻ സാധിക്കില്ല. കമ്മട്ടിപ്പാട്ടത്തിൽ ചട്ടമ്പിയായി കള്ളും കഞ്ചാവും വലിച്ച് തെറിയും പറഞ്ഞുകൊണ്ട് 2 മാസം അഭിനയിക്കുന്ന ഒരു നടൻ്റെ വായിൽ ഷൂട്ടിൻ്റെ ഇടവേളകൾ തെറിയ വരും. അത് അയാളുടെ കുറ്റമല്ല, ആ ലോകം വേറെയാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാഞ്ഞിട്ടാണ്. മേൽപ്പറഞ്ഞതുപോലെയുള്ള സമയങ്ങളിൽ കഥാപാത്രമായി മാറുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ ഇടവേളകൾ നടന്ന കാര്യങ്ങൾ 10-20 കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട്
എന്നോട് വണ്ടിയിൽ കയറുന്നു എന്ന് ചോദിച്ചു, എന്നെ തെറി വിളിച്ചില്ലേ എന്നൊക്കെ പറയുന്നതിൽ വലിയ അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. ആ ലോകത്തെ മനസ്സിലാക്കാതെ പ്രശസ്തി മാത്രം തലയിൽ വെച്ചുകൊണ്ട് അഭിനയിക്കാൻ പോകുന്നത് പ്രശ്നമാണിത്. സിനിമയിൽ ചൂഷണമില്ലെന്നോ അവിടെയുള്ളവരെല്ലാം പുണ്യാളന്മാരാണെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. രാഷ്ട്രീയ മേഖലയിൽ ചൂഷണമില്ലേ? തീവ്രത അളക്കാൻ യന്ത്രവുമായി ശ്രീമതിയുടെ പാർട്ടിക്കാരനല്ലേ സജി ചെറിയാൻ എന്ന മന്ത്രി? പാർട്ടി ഓഫീസിൽ ജീവനക്കാരെ കൊന്ന് ഒളിപ്പിച്ചു വെച്ച പാർട്ടിയിലെ സതീശന്റെ പാർട്ടി. മാധ്യമരംഗത്തുള്ള ചൂഷണം വേറെ എവിടെയുമില്ലെന്ന് അനുഭവസ്ഥർ പറഞ്ഞറിയാം. ജഡ്ജിമാരും വക്കീലന്മാരും എല്ലാം നല്ലവരാണോ? ഓഫീസിൽ അന്തരീക്ഷങ്ങൾ ചൂഷണമില്ലേ? വീടുകളിൽ ജോലിയെടുക്കുന്ന സ്ത്രീകൾ ചൂഷണത്തിന് വിധേയരാകുന്നില്ലേ? കോവിഡ് കാലത്ത് സ്വന്തം കുടുംബത്തിൽ കുട്ടികളെ അശ്ലീൽ വീഡിയോകൾ ഉണ്ടാക്കി വിറ്റ ടെക്കികളായ നൂറുകണക്കിന് അപ്പന്മാരുടെ ലിസ്റ്റ് കേരള പോലീസിന്റെ കയ്യിൽ ഇപ്പോഴും ഇല്ലേ? ഇത് പുറത്തുവിടാൻ സർക്കാർ നട്ടലുണ്ടോ? പിന്നെ എവിടെയാണ് പവർ ഗ്രൂപ്പുകളില്ലാത്തത്? രാഷ്ട്രീയ പാർട്ടിയിൽ എന്ത് നടക്കണം എന്ന് തീരുമാനിക്കുന്നത് പാർട്ടിയിലെ പവർ ഗ്രൂപ്പുകളല്ലേ? പാർട്ടിക്കാർക്കെതിരെ കേസുകൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് അവരല്ലേ? ഒതുക്കേണ്ടവരെ എങ്ങനെ ഒതുക്കണമെന്ന് തീരുമാനിക്കുന്നത് അവരല്ലേ? ആരെയൊക്കെ വെട്ടിക്കൊല്ലണമെന്ന് തീരുമാനിക്കുന്നത് അവരല്ലേ? ജഡ്ജിമാർ ആരാകണമെന്ന് തീരുമാനിക്കുന്നത് പവർ ഗ്രൂപ്പ് അല്ലേ? ഒരു റെസിഡന്റ് അസോസിയേഷൻ എന്ത് നടക്കണം തീരുമാനിക്കുന്നത് അവിടുത്തെ പവർ ഗ്രൂപ്പ് അല്ലേ? അമേരിക്കൻ പ്രസിഡന്റ് ആരാകണമെന്ന് തീരുമാനിക്കുന്നത് പോലും സോറോസും കൂട്ടരുമാണ്, അമേരിക്കയിലെ വോട്ടേഴ്സ് അല്ല. ഞാനൊരു തീരുമാനമെടുക്കുമ്പോൾ എന്നെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു കൂട്ടം ആളുകൾക്ക് അതിൽ സ്വാധീനമുണ്ടാകും. അതുപോലെ തന്നെയല്ലേ സിനിമയും. അതിൽ ആരൊക്കെ എന്തൊക്കെ ജോലി ചെയ്യണമെന്ന് അതിൽ കാശ് മുടക്കുന്നവരും ആജ്ഞാശക്തിയുള്ളവരും ചേർന്ന് തീരുമാനിക്കും. സമസ്ത മേഖലകളിലും ബലഹീനർ ചൂഷണത്തിന് വിധേയരാകുന്നു, ആണും പെണ്ണും കുഞ്ഞുങ്ങളും. കാരണം ഈ സമൂഹം നല്ലവരും കുറ്റവാളികളും കൊലപാതകങ്ങളും പീഡകന്മാരും ഒക്കെ കൂടി ചേർന്നതാണ്. അവരൊക്കെ തന്നെയാണ് സിനിമയിലും ഉള്ളത്. അല്ലാതെ സിനിമ എന്നത് ഹരിചന്ദ്രന്മാരുടെ കൂട്ടായ്മയൊന്നുമല്ല. പോഷ് ദ സെക്ഷൽ ഹറാസ്മെന്റ് ഓഫ് വുമൺ അറ്റ് വർക്ക് പ്ലേസ് പ്രിവെൻഷൻ പ്രൊഹിബിഷൻ ആൻഡ് റിഡ്രസൽ ആക്ട് 2013 ആക്ട് പ്രകാരം സംഭവം നടന്ന് 90 ദിവസത്തിനുള്ളിൽ ഇന്റർനാഷണൽ ICC ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റിക്ക് പരാതി കൊടുക്കണം. പരാതി ഗൗരവമുള്ളതാണെങ്കിൽ ICC പോലീസ് കൈമാറണം. അല്ലാതെ 10-20 കൊല്ലം മുമ്പ് പരാതി പറയാനുള്ള വകുപ്പില്ല. സിനിമ എന്നത് 10,000-കണക്കിന് കുടുംബങ്ങളുടെ ജീവിതമാർഗമാണ്. രാവിലെ എവിടുന്നോ ഒരു സ്ത്രീ വന്ന് ആരെയൊക്കെയോ പറ്റി ആരോപണം ഉന്നയിക്കുക, മീഡിയയും നാട്ടുകാരും അയാളുടെ പിന്നാലെ ഓടുക, രാജിവെപ്പിക്കുക. ഈ പറയുന്ന സ്ത്രീകളൊക്കെ ആരാണെന്ന് പോലും നമുക്കറിയില്ല എന്നത് വേറെ കാര്യം. ഇതൊന്നും ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്ന പണിയല്ല. സിനിമയിലുള്ള സ്ത്രീകൾ പറയുന്നതെല്ലാം മുഖവിലേക്കെടുക്കുന്നത് പ്രയാസമാണ്. കാരണം വലിയ ലോബികളാണ് അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഇവരൊക്കെ പറയുന്നത് സത്യമാണെന്ന് നിയമപരമായി തെളിയിക്കട്ടെ, കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടട്ടെ. ഇന്നിപ്പോൾ മക്കളും കൊച്ചുമക്കളുമായി ജീവിക്കുന്ന ഒരാൾ 20 കൊല്ലം മുമ്പ് എന്തെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് തെളിവൊന്നുമില്ലാതെ ഒരാളെ ക്രൂശിക്കുന്നത് ശരിയല്ല. സീരിയസ് ആയുള്ള കുറ്റങ്ങളാണെങ്കിൽ അതിനെ നിയമപരമായി നേരിടുക. പിന്നെ ആദ്യമേ പറഞ്ഞതുപോലെ സിനിമ എന്നത് തികച്ചും വേറിട്ടൊരു മേഖലയാണ്. അതിനെ അതിൻ്റെ വഴിക്ക് വിടുന്നതാണ് നല്ലത്. പ്രായപൂർത്തിയായ ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ ഉഭയസമ്മതപ്രകാരം എന്ത് ചെയ്താൽ നമുക്കെന്താണ്? പുറത്തുള്ള സ്ഥാപനങ്ങളിലുള്ള നിയമങ്ങളും ഭൂതക്കണ്ണടിയും CCTV ക്യാമറയുമായി പോയി നടക്കാൻ കഴിയുന്നതല്ല സിനിമ പോലൊരു ക്രിയേറ്റീവ് മേഖല. കോടികളുടെ വിപണന മൂല്യമുള്ള ലോകപ്രശസ്തമായ മലയാള സിനിമാ മേഖലയെ ലോകത്തിന് മുൻപിൽ താറടിച്ച് കാണിച്ച് മുച്ചൂടും മുടിക്കാൻ മാത്രമേ ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ കൊണ്ട് സാധിക്കൂ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സർക്കാർ സമീപിച്ച രീതി ശരിയല്ല. സിനിമാ രംഗത്ത് അതുണ്ടാക്കിയ ഡാമേജ് പഠിക്കാനും അതിൽ പറയുന്ന സീരിയസ് ആയ പരാതികൾ നിയമ നടപടികൾ സ്വീകരിക്കാനും നടപടികൾ സ്വീകരിക്കുക. എല്ലാ സിനിമാ സെറ്റുകളിലും പോസ്റ്റ് നിയമങ്ങൾ ശക്തമായി നടപ്പാക്കുക. ICCക്ക് പകരം കളക്ടറുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ LCC രൂപീകരിക്കാൻ കഴിയുമോ എന്നതിന് നിയമവശം പഠിക്കുക. നിയമപ്രകാരം 90 ദിവസങ്ങൾക്ക് ശേഷമുള്ള പരാതികൾ സ്വീകരിക്കരുത്. ഗൗരവമുള്ള പരാതിയാണെങ്കിൽ പോലീസിനെ സമീപിക്കാം. സിനിമയിൽ അഭിനയിക്കുന്ന പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്കായി ബാലാവകാശ കമ്മീഷൻ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക. കുറ്റവാളികൾ നിയമത്തിന് മുന്നിൽ വരട്ടെ, ശിക്ഷിക്കപ്പെടട്ടെ. ആൾക്കൂട്ട വിചാരണ പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതല്ല. എല്ലാ സ്ത്രീകളെയും പുണ്യാളത്തുകളൊന്നുമല്ല, എല്ലാ പുരുഷന്മാരും പീഡകരുമല്ല. വ്യക്തിവൈരാഗ്യം തീർക്കാൻ പരസ്പരം ചെളിവാരി എറിഞ്ഞൊരു വ്യവസായം ഇല്ലാതാക്കാൻ സോഷ്യൽ മീഡിയ കൂട്ടുനിൽക്കരുത്. 10,000-കണക്കിന് മനുഷ്യരുടെ തൊഴിൽ വെച്ച് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ അന്നം കൊണ്ട് കളിക്കരുത്. അവർക്കും കുടുംബമുണ്ട്. അവരും ഭർത്താവും മകനും അച്ഛനും മുത്തച്ഛയും ഒക്കെയാണ് എന്ന കാര്യം മറക്കരുത്. ഷിബി പറഞ്ഞത് മാത്രമാണ് ഞാനും പറഞ്ഞത്. അതിനപ്പുറത്തേക്ക് പീഡകരെ സംരക്ഷിക്കണമെന്നല്ല. നമ്മൾ ഇതിന് പ്രായശ്ചിത്തം ചെയ്യുന്ന ഒരു കാലം വരുമെന്ന് തീർച്ച.